എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വലിയ തോതിൽ വിവരം വെച്ചിരിക്കുകയാണ്. തുടർച്ചയായാണ് മോദിയുടെ റോഡ് ഷോകളും റാലികളും ഫ്ലോപ്പ് ആകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റായി മോദി ഒറീസയിലെ ഭുവനേശ്വറിൽ നടത്തിയ റോഡ് ഷോയിലും ബീഹാറിൽ നടത്തിയ റാലിയിലും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി വളരെ കുറച്ച് ആളുകൾ മാത്രമേ പങ്കെടുത്തുള്ളൂ. അതുപോലെ സ്ഥിരമായി കാണുന്ന വളരെ ചീപ്പായ ആംബുലൻസിന് സൈഡ് കൊടുത്ത നാടകവും ഇവിടെയുണ്ടായി. അത് മാത്രവുമല്ല, ഇതിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം പേരെയും നിർബന്ധിച്ച് അല്ലെങ്കിൽ പണം മുടക്കി കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് വസ്തുത. ഒരു മാധ്യമപ്രവർത്തകൻ ബീഹാറിലെ ഈ റാലിക്ക് പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ബസ്സിലെ ആളുകളെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവരെ എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്ന് അവർ പറയുന്നത് കേൾക്കണം. ഈ കാര്യങ്ങളെല്ലാം തെളിവുകൾ സഹിതം വ്യക്തമായി കാണാം. ഏതാനും നാളുകൾക്ക് മുൻപ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം, ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിനു വേണ്ടി മോദി ഗുജറാത്തിലും BJPയും NDAയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും റോഡ് ഷോയും റാലികളുമായി ഇറങ്ങിയത്. ഗുജറാത്തിലെ റോഡ് ഷോയിൽ ജില്ലാ കളക്ടറെ കൊണ്ട് വിളിപ്പിച്ച് കേണൽ സോഫിയ ഖുറേഷിയുടെ കുടുംബത്തെ വഴിസൈഡിൽ നിർത്തി നടത്തിയ നാടകം സോഫിയ ഖുറേഷിയുടെ സഹോദരി തന്നെ വസ്തുതകൾ സഹിതം വെളിപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ബീഹാറിലെ പാറ്റ്നയിൽ നടത്തിയ റോഡ് ഷോയിലും റാലിയിലും നിറയെ ഒഴിഞ്ഞ കസേരകൾ ആയിരുന്നു. അന്ന് നടത്തിയ ആളൊഴിഞ്ഞ റോഡ് ഷോയുടെയും റാലിയുടെയും ഒക്കെ ദൃശ്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ബീഹാറിലെ സിവാനിൽ മോദി നടത്തിയ റോഡ് ഷോയും റാലിയുമാണ് ശുഷ്കമായ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത്. അതോടൊപ്പം ഒറീസയിലെ ഭുവനേശ്വറിലും മോദി റോഡ് ഷോ നടത്തിയിരുന്നു. അവിടെ വെച്ച് സ്ഥിരമായി നടക്കുന്ന ആംബുലൻസിന് സൈഡ് കൊടുക്കുന്ന നാടകം കണ്ടുകൊള്ളൂ. ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്ന മോദിയുടെ മാമാപ്പണിക്കാർ എല്ലാവരും ഇത് ഏതോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാണ് ഇവർക്കൊക്കെ ഇത്തരം ചീപ്പ് കാര്യങ്ങൾ മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് ഉളുപ്പുണ്ടാവുക എന്ന് അറിയില്ല. ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആൾക്ക് ഇത്തരം മൂന്നാംകിട നാടകങ്ങൾ നടത്തുന്നതിന് നാണമില്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന മീഡിയകളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്ത് പ്രസക്തിയാണ് ആംബുലൻസിന് സൈഡ് കൊടുക്കുന്നതിന് ഉള്ളത്? ലോകത്തെ മറ്റേതെങ്കിലും രാജ്യത്തലവന്മാർ ആംബുലൻസിന് സൈഡ് കൊടുത്തു എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിപ്പിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ മോദിയുടെ ഈ റോഡ് ഷോ കാണാൻ എത്ര പേർ ഉണ്ട് എന്നുള്ളത് കണ്ടോ? വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വഴിസൈഡിൽ നിൽക്കുന്നത്. എന്നാൽ അബദ്ധവശാൽ ആംബുലൻസിന് സൈഡ് കൊടുത്ത മഹാസംഭവം കാണിക്കേണ്ടി വന്നതിനാൽ അത് തന്നെ മോദിയുടെ റോഡ് ഷോ കാണാൻ ആളുകൾക്ക് താല്പര്യമില്ല എന്നുള്ളതിന് തെളിവ് കൂടിയായി മാറിയിരിക്കുകയാണ്. അവിടെ ഏതാനും പേർ നിൽക്കുന്നുണ്ട്, അത്രമാത്രം. അതും നോൺ ബയോളജിക്കൽ വിശൂരുവിന്റെ റോഡ് ഷോ ആണ് എന്ന് ഓർക്കണം. ഗുജറാത്തിൽ റോഡ് ഷോ നടത്തിയപ്പോൾ വാഹനത്തിന്റെ സൈഡിൽ എഴുന്നേറ്റ് നിന്ന് വാ പൊളിച്ച് ആർത്തട്ടഹസിച്ച് ജനങ്ങൾക്ക് നേരെ കൈവീശിയാണ് മോദി പോയത്. എന്നാൽ ഇവിടെ ആകട്ടെ ശുഷ്കമായ ജനസാന്നിധ്യം കാരണം വാഹനത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമാണ് വഴിസൈഡിൽ നിന്ന് ഏതാനും പേരെ കൈവീശി കാണിക്കുന്നത്. ഇനി ബീഹാറിലെ സിവാനിയിലെ റാലിയിൽ മോദി പറയുന്നത് കേട്ടുകൊള്ളൂ. मैं अभी जब आप लोगों के बीच से आ रहा था, अभी कल ही बारिश हुई, सुबह भी थोड़ा बारिश का लाभ आया, इसके बावजूद भी इतनी बड़ी मात्रा में आपका आना, हमें आशीर्वाद देना, मैं आपका हृदय से जितना धन्यवाद करूं उतना कम है. ഞാനിപ്പോൾ നിങ്ങളുടെ ഇടയിലൂടെ വന്നപ്പോൾ ഇപ്പോൾ ഇന്നലെ കൂടി മഴ പെയ്തു, വെളുപ്പിനും അല്പം മഴ പെയ്തു, എന്നിട്ടും കൂടി ഇത്ര വലിയ തോതിൽ ആൾക്കൂട്ടം വരിക, എനിക്ക് ആശീർവാദം നൽകുക എന്നിവയ്ക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ജനങ്ങളുടെ പ്രതികരണം വലിയ ആവേശത്തോടു കൂടിയതല്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? മുൻപൊക്കെ മോദി ഇങ്ങനെ പറയുമ്പോൾ ആൾക്കൂട്ടം വലിയ ഒച്ചയും ആരവവും ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ആളുകൾക്ക് ഈ ജുംലകളെല്ലാം മടുത്തു എന്നാണ് നനഞ്ഞ പടക്കം പൊട്ടുന്നത് പോലെയുള്ള ഈ പ്രതികരണം. ഇനി ഇവിടെ ആളുകൾ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് അറിയുമ്പോഴാണ് ഇതിലെ വലിയ പൊള്ളത്തരം വ്യക്തമാകുന്നത്. ഇവിടെ ഒരു ലേഖകൻ മോദിയുടെ റാലിക്ക് പോകുന്ന ഒരു ബസ്സിലെ ആളുകളെ इंटरव्यू चाहिए 20 तारीख है और 20 तारीख को जो है देश के प्रधानमंत्री सिवान के जसौली में आने वाले हैं, जिसको लेकर तमाम अधिकारी से लेकर राजनीतिक दल जो है भीड़ जुटाने के लिए पूरा प्रयास किए हैं और भीड़ जुट भी गया है. 20-ാം തീയതിയാണ്
ഈ 20-ാം തീയതി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബീഹാറിലെ ശിവാനിയിൽ വരികയാണ്. അതിനുവേണ്ടി ആളുകളെ കൂട്ടുന്നതിന് NDAയിലെ എല്ലാ കക്ഷികളും അതുപോലെ ഉദ്യോഗസ്ഥരും വലിയ പരിശ്രമങ്ങളാണ് നടത്തിയത്. അതുവഴി ആളുകളെ കൂട്ടുകയും ചെയ്തു. अभी जिस बस में हम हैं ये बस जो है आंगनबाड़ी सहायकों का है, सेविकों का है, आंगनबाड़ी सेविकों का है। और ये बस आप देख पा रहे होंगे, ये बस जो है फुल्ली भरा हुआ है। ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബസ്സിലുള്ളവർ അംഗൻവാടി ജോലിക്കാരാണ്. ഈ ബസ് നിറയെ ആളുകളാണ്. ഇതിലുള്ള എല്ലാവരും അംഗൻവാടി ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ തന്നെ ഓർക്കണം, ഉദ്യോഗസ്ഥർ അംഗൻവാടിയിൽ ജോലി ചെയ്യുന്ന മഹിളകളെ പ്രഷർ ചെലുത്തി കൊണ്ടുവന്നതാണ് എന്ന്. അവരുടെ വാക്കുകളിൽ കൂടെ തന്നെ ഇത് നമുക്ക് വ്യക്തമായി കേൾക്കാം. हम लोग आंगनबाड़ी सेविका हैं, हम लोग को आदेश मिला है। अच्छा, आदेश मिला है? हाँ, आदेश मिला है कि सारा आंगनबाड़ी सेविका आम पब्लिक बन के जाएगी। आम पब्लिक बन के जाएगी? हाँ, अपने ड्रेस कोड में नहीं जाएगी। നിങ്ങളെ എന്തുകൊണ്ടാണ് ഈ റാലിക്ക് വിളിച്ചത്? ഞങ്ങൾ അംഗൻവാടി ജോലിക്കാരാണ്. ഞങ്ങൾക്ക് ഉത്തരവ് ലഭിച്ചു, എല്ലാ അംഗൻവാടി ജോലിക്കാരും സാധാരണ ജനങ്ങൾ എന്നുള്ള നാട്യത്തിൽ വന്നു ചേരണമെന്ന്. അപ്പോൾ ലേഖകൻ ചോദിക്കുകയാണ്, സാധാരണ ജനങ്ങൾ ആണെന്നുള്ള വ്യാജന വർണ്ണം എന്നാണോ പറഞ്ഞത്? അതിന് അവർ മറുപടി പറഞ്ഞത്, അതെ, ഞങ്ങളുടെ ഡ്രസ് കോഡിൽ വരരുത്, മറിച്ച് സാധാരണ ജനങ്ങളാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചു വേണം വരണം എന്ന്. അത് കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ചിരിക്കുന്നത് കേട്ടാൽ തന്നെ അറിയാം विश्वगुरुविന്റെ विश्व പൊള്ളത്തരം. वहाँ झुंड जाके इकट्ठा करना है कि हम लोग इस गोपालगंज जिले से इतना लोग आया है। हाँ। इसके लिए हम लोग सब सारी सेविका 5 बजे सुबह बुलाया गया था, हम लोग 6 बजे आए, बिना नाश्ता पानी के चल दिए, बस आके चावरा में रुक चुकी है। पता ना कब तक बस जाएगी, मोदी जी से मुलाकात होगी कि नहीं होगी, अब मोदी जी ही जानते हैं। अच्छा, ആളുകളോടൊക്കെ പറഞ്ഞു ഗോപാൽഗഞ്ച് ജില്ലയിൽ നിന്ന് ഇത്രയധികം ആളുകൾ വന്നു എന്ന് മോദിയുടെ റാലി നടക്കുന്ന സ്ഥലത്ത് ചുറ്റി നടന്ന് എല്ലാവരോടും പറയണമെന്ന്. അതിനുവേണ്ടി ഞങ്ങളോട് 5 മണിക്ക് വരണം എന്ന് അധികാരികൾ പറഞ്ഞു. ഞങ്ങൾ 6 മണിക്ക് ഇവിടെ എത്തിയതാണ്. ബ്രേക്ക്ഫാസ്റ്റും വെള്ളവും പോലും കഴിക്കാതെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ വഴിയിൽ ഞങ്ങളുടെ ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്, ഒരു ഭക്ഷണം പോലും കഴിക്കാതെ. അത് കേട്ട് എല്ലാവരും ആർത്തലച്ച് ചിരിക്കുന്നത് കേട്ടാൽ തന്നെ അറിയാമല്ലോ യാഥാർത്ഥ്യം. നോൺ ബയോളജിക്കൽ ജിയുടെ ഇത്തരം നാടകങ്ങളെ അവർ കളിയാക്കി ചിരിക്കുകയാണ്. എപ്പോഴാണ് ബസ് പോകുന്നതെന്നോ മോദിയെ കാണാൻ പറ്റുമെന്നോ ഉള്ള കാര്യം മോദിക്ക് മാത്രമേ അറിയാവൂ. आप लोगों को बोला गया है कि आप ड्रेस में मत आइएगा। നിങ്ങളോട് നിങ്ങളുടെ വർക്ക് ഡ്രസ്സിൽ വരരുത് എന്ന് പറഞ്ഞു. ना, ड्रेस में नहीं आना है। ड्रेस में इसलिए नहीं आना है कि वहाँ मोदी जी देख के घबरा जाएंगे। हाँ। कितना वेतन है आप लोग का? हम लोग का वेतन तो 7,000, हाँ 7,000 मिल रहा है। 7,000 मिल रहा है। അതെ, ഞങ്ങളുടെ യൂണിഫോമിൽ വരരുത്. ഇവർക്ക് കൊടുക്കുന്ന വേതനം വെറും മാസം 7,000 രൂപയാണ് എന്നും അവർ പറയുകയാണ്. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായ നോൺ ബയോളജിക്കലിന്റെ രാജ്യത്തെ അംഗൻവാടി ജോലിക്കാർക്ക് ഒരു മാസം ലഭിക്കുന്നത് ഒരു പൂച്ചക്കുഞ്ഞിന് ഒരു മാസത്തെ ഭക്ഷണത്തിന് തികയില്ലാത്ത 7,000 രൂപയാണ്. ജനങ്ങളെ അത്ര ദയനീയ സ്ഥിതിയിലാക്കിയിരിക്കുകയാണ് നോൺ ബയോളജിക്കലിന്റെ 11 വർഷത്തെ ഭരണം. एक बात बताइए, तो जो अधिकारी लोग हैं वो लोग क्या बोले और क्या बोले हैं कि मतलब अधिकारी लोग बोले हैं कि वहाँ जाइएगा मोदी जी का रैली में, मोदी जी को देखिएगा, मोदी जी क्या कह रहे हैं वहाँ सुनिएगा। ഒരു കാര്യം പറയൂ, അധികാരികൾ എന്താണ് പറഞ്ഞത്? അധികാരികൾ പറഞ്ഞത് മോദിയുടെ റാലിയിൽ അവിടെ പോകണം, മോദിയെ കാണുക, മോദി പറയുന്നത് കേൾക്കുക. ഭരണഘടനാ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു വേണം മോദിയെ കാണാനും മോദിയെ കേൾക്കാനും ആളുകളെ കൂട്ടാൻ എന്ന് സാരം. मोदी के रैली में ताकि मोदी जी जाने की आम पब्लिक हमारा इतना गोपालगंज जिले से आया है। ഗോപാൽഗഞ്ച് ജില്ലയിൽ നിന്നും ഇത്രയേറെ സാധാരണ ജനങ്ങൾ വന്നു എന്ന് മോദിക്ക് തോന്നണം. तो आप लोग को बोला गया है कि बिना ड्रेस में आना है? विदाउट ड्रेस कोड को आना है। ड्रेस कोड नहीं पहनना है। അടുത്ത ആളോടും ചോദിക്കുകയാണ്, ഡ്രസ് കോഡ് ഇല്ലാതെ വരണം എന്ന് പറഞ്ഞോ എന്ന്. അതെ, ഡ്രസ് കോഡ് ഇല്ലാതെ സാധാരണ ജനങ്ങൾ ആണെന്നുള്ള വ്യാജേന എത്തണം എന്നാണ് പറഞ്ഞത്. आपका जी? पुष्पा गुप्ता। आप लोग को भी बोला गया है ड्रेस में नहीं आना है? खाली ये मिला है पीला वाला, थोड़ा सा उठा। നിങ്ങളുടെ പേരെന്താണ്? പുഷ്പ ഗുപ്ത. നിങ്ങളോടും പറഞ്ഞോ ഡ്രസ് കോഡ് ഇല്ലാതെ വരണം എന്ന്? അതെ, അവർക്ക് കുടിക്കാൻ ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. आगे दीजिए तो मेरे हाथ में उठा के। ये पर केवल लिखा है जिला गोपालगंज, क्योंकि कार्यक्रम सिवान जिले में है। हाँ, जिला का नाम का माना है, हम लोग गोपालगंज जिले से हैं, कुछ लोग सीवान जिला से होगा, जगह जगह से सारी लोग आएंगी. ഇനി അവരുടെ കഴുത്തിൽ ഒരു ഷാളും ഇട്ടാണ്
വണ്ടിക്ക് അട്ടിയടിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് ജില്ല ഗോപാൽഗഞ്ച് എന്നാണ്. പരിപാടി നടക്കുന്നത് സിവാൻ ജില്ലയിലാണ്. എന്നാൽ ഗോപാൽഗഞ്ചിൽ നിന്ന് വരെ ആളുകളെ വണ്ടിക്കടിച്ചാണ് കുറെയെങ്കിലും പേരെ ഒപ്പിക്കുന്നത് എന്ന അർത്ഥം. देखिए 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 भीड़ जुटाना है और ड्रेस में आए ताकि विपक्ष वाले लोग ये ना कहें कि ये लोग ड्रेस में आया है तो आंगनबाड़ी वाली। देखिए कितना दिमाग लगाया गया है, भाजपा वाले लोग कितना दिमाग लगाए हैं, एनडीए वाले लोग किस तरह से दिमाग लगाए हैं कि जो आंगनबाड़ी सहायिका सेविका आशा जीविका तमाम लोगों को बुलाया गया है और सबको बिना ड्रेस कोड से। लेकिन हम लोग से कहाँ बचेगा, लो मीडिया तो पहुंच ही जाएगा। ഇവിടെ ലേഖകൻ പറയുന്നത് ആളുകളെ എല്ലാ ഏരിയയിൽ നിന്നും കൂട്ടി മോദിയുടെ പരിപാടിക്ക് ജനങ്ങൾ സ്വമേധയാ വന്നെത്തി എന്ന് കാണിക്കുന്നതോടൊപ്പം തന്നെ ഇവർ സ്വന്തം യൂണിഫോമിൽ വരാതെ സാധാരണ ആളുകളെ പോലെ വരണം എന്ന് പറയുന്ന BJP എത്ര തരംതാണ കളിയാണ് കളിക്കുന്നത് എന്നാണ്. क्या बोला गया है? बोला गया है कि बिना ड्रेस में जाना है, आम पब्लिक बन के जाना है। ഇവിടെ ഈ പെൺകുട്ടിയും പറയുന്നത് ഞങ്ങളോട് പറഞ്ഞത് ഡ്രസ് കോഡ് ഇല്ലാതെ വരണം, സാധാരണ ജനങ്ങൾ ആണെന്നുള്ള നാട്യത്തിൽ എത്തണം എന്ന്. 3-4-5 बस यहाँ से लाइन से खुला हुआ है। सभी आंगनबाड़ी वाले लोग हैं। हाँ, सब आंगनबाड़ी सहायिका। ഇവിടെ പറയുകയാണ് അവിടെ നിന്ന് 5-6 ബസ് നിറയെ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് മോദിയുടെ റാലിയിൽ ആളുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി. चलिए और बसों में भी हम घुस के आपको दिखाने की कोशिश करते हैं कि मोदी जी के सभा में भीड़ दिखाने के लिए तमाम वो सरकारी कर्मी जैसे आशा जीविका आंगनबाड़ी ये जो लड़कियां NNM GMM कर रही हैं उनको भी बुलाया गया है। और सबसे बड़ी बात कहा यह गया है ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്ന മറ്റു ബസ്സുകളിലും ഞങ്ങൾ പോയി സംസാരിക്കുമെന്ന് ലേഖകൻ പറയുന്നുണ്ട്. कि आप जो है बिना ड्रेस, एक बार बोलिए एक साथ, इधर आओ। बिना क्या चीज में आना है? बिना ड्रेस में आना है। झूठ नहीं बोल रहे आप लोग। ഇവിടെ ബസ്സിലെ എല്ലാവരെയും കൊണ്ട് ഒരുമിച്ച് പറയിപ്പിക്കുകയാണ് ഡ്രസ് കോഡ് ഇല്ലാതെ വരണമെന്ന് അവരോട് എല്ലാവരോടും പറഞ്ഞു എന്നുള്ള നാണം കെട്ട സത്യം. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്ന ലേഖകനോട് അടുത്തയാൾ വെളിപ്പെടുത്തുന്നതാണ് ഏറ്റവും ലജ്ജാകരമായ സംഘിക്കളി. पटना में आए हुए थे, वहाँ पे आम पब्लिक इकट्ठा नहीं हुआ था, इसलिए यहाँ पे पब्लिक दिखाने के लिए हम लोग को बुला के लिए लेके जाया जा रहा है। बस माने भीड़ के हिस्सा बनाया जा रहा है। बनाने के लिए സാധാരണ ജനങ്ങൾ എത്തിച്ചേരുകയില്ല എന്ന് അവർക്കറിയാം. അതിനാലാണ് ഞങ്ങളെ ഫോഴ്സ്ഫുള്ളി വിളിച്ചുകൊണ്ടു പോകുന്നത്. അതായത് ആൾക്കൂട്ടം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടി അല്ലേ? അതെ, ഇനി പറയുന്നത് കേട്ടുകൊള്ളൂ. आप लोग आना चाहते थे मोदी जी के सभा? बिल्कुल नहीं आना चाहते। हम लोग किस लिए आए भाई? हम लोग का कोई जो भी हम लोग का जरूरत है पूरा होता ही नहीं है, तो हम लोग किस लिए आए? माने आपका इच्छा नहीं था? कोई इच्छा पूरा, हमारा इच्छा नहीं था। हम लोग को जबरदस्ती भेजा जा रहा है, बस और कुछ है नहीं। माने आदेश के अनुसार आना पड़ा। आदेश के अनुसार हम लोग को आना पड़ा है यहाँ पे, नहीं तो हम लोग यहाँ पे आके हम लोग 4 घंटे से यहाँ फंसे हुए हैं। अपने घर रहते, अपने बच्चों के साथ रहते, अपने कोई भी कार्य करते। നിങ്ങൾക്ക് റാലിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നോ? ഒരിക്കലും ഞങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എന്ത് കാരണത്താലാണ് ഞങ്ങൾ വരേണ്ടത്? ഞങ്ങൾ ഏത് ആവശ്യം പറഞ്ഞാലും ഒന്നും നടക്കുകയില്ല, ഒരാവശ്യവും നടപ്പിലാക്കിയിട്ടില്ല. ഞങ്ങളെ ബലം പ്രയോഗിച്ച് മോദിയുടെ റാലിയിൽ പങ്കെടുപ്പിക്കുകയാണ്. ഞങ്ങളോട് ഉത്തരവിട്ടതിന്റെ കാരണത്താൽ വരികയല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല. ഇപ്പോൾ 4 മണിക്കൂറായിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കുകയാണ്. ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് ഞങ്ങളുടെ കുട്ടികളുടെ കൂട്ടത്തിലിരുന്ന് കുടുംബകാര്യങ്ങൾ നോക്കി നടത്തേണ്ട സമയമാണ്. अच्छा, पानी के अलावा कुछ नहीं मिला? നിങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും ലഭിച്ചോ എന്ന് ചോദിച്ചപ്പോൾ വെള്ളമല്ലാതെ മറ്റൊന്നും ലഭിച്ചില്ല എന്നും അവർ പറയുകയാണ്. ഇങ്ങനെയാണ് നോൺ ബയോളജിക്കൽ ജിയുടെ റാലിയിൽ അല്പമെങ്കിലും ആളുകളെ പങ്കെടുപ്പിക്കുന്നത്. ബീഹാറിൽ നിന്നുള്ള ഒരു BJP നേതാവ് മുൻപ് പറഞ്ഞിരുന്നു, മോദിയുടെ റാലിക്ക് ബീഹാറിൽ ആളുകൾ കൂടുകയില്ല, വരുന്ന ആളുകളെയെല്ലാം പണം മുടക്കി കൊണ്ടുവരുന്നതാണ് എന്ന്. അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന കാര്യമാണ് ഇത്. ഒന്നുകിൽ പണം മുടക്കി കൊണ്ടുവരുന്ന ആളുകൾ, അല്ലെങ്കിൽ തുച്ഛമായ വേതനത്തിന് ജോലിയെടുക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവരുന്നത്. അവർ എതിർത്താൽ അവർക്ക് കിട്ടുന്ന എല്ലും കഷ്ണം പോലെയുള്ള 7000 രൂപ കൂടി ഇല്ലാതാകുമെന്ന് ഭയപ്പെട്ട് മാത്രമാണ് ഇവർ എത്തുന്നത്. മോദി പ്രസംഗിക്കുമ്പോഴെല്ലാം മുൻപിലിരിക്കുന്ന അല്പം ആളുകളെ മാത്രമേ ക്യാമറയിൽ കാണിക്കൂ. പിന്നോട്ട് പോകുമ്പോൾ കസേരകൾ എല്ലാം കാലിയാണ്. അതുപോലെ മടുത്തിരിക്കുകയാണ് ആളുകൾ. ഇത്ര വലിയ വിശ്വഗുരുവും നോൺ ബയോളജിക്കൽ ദൈവവുമായിട്ട് 2019 ഭൂരിപക്ഷത്തിൽ നിന്നും 1/3 കുറഞ്ഞ് വെറും 1,50,000 വോട്ടിന് മാത്രമാണ് ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെതിരെ ലോകം മൊത്തം ആരാധിക്കുന്നത് എന്ന് പറയുന്ന വിശ്വഗുരു കടന്നുകൂടിയത്.
ഒറീസയിൽ നടത്തിയ റാലിയുടെ മോദിയുടെ 30 മിനിറ്റിൽ അധികം നീണ്ട പ്രസംഗത്തിനിടയിൽ ആളുകളെ കാണിക്കുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ അത് മൊത്തം വാച്ച് ചെയ്തപ്പോൾ ഒരിക്കൽ മാത്രം ക്യാമറാമാന് അബദ്ധം പറ്റി ഇവിടെ എത്തിച്ചേർന്നത് എത്രമാത്രം ജനങ്ങൾ ഉണ്ട് എന്ന് വെളിവാക്കുന്ന ഒരു ഷോട്ട് എനിക്ക് ലഭിച്ചു. അതിൽ കണ്ടോ, ഇവിടെ മുൻപിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നു. ആ ഭുവനേശ്വർ ലൈവ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് നിറയെ ഒഴിഞ്ഞ കസേരകൾ കണ്ടോ. അതുപോലെ സൈഡിലും ഇടയിലുമൊക്കെയും നിങ്ങൾക്ക് കാണാം നിറയെ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇവിടെ കാണുന്ന അല്പമെങ്കിലും ആളുകൾ പോലും ഇതുപോലെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കാശ് കൊടുത്ത് കൊണ്ടുവന്നവരും ആണ് എന്നും കണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ ആയാലും ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള മാന്ത്രിക വടിയുള്ള സംഖ്യകൾ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കും എന്നുള്ളത് വസ്തുതയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?